നമസ്കാരം, എല്ലാവർക്കും കുഞ്ഞിക്കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് താമരപ്പൂവിൻ്റെയും വണ്ടിൻ്റെയും കഥ കേൾക്കാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമോ? തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത വീഡിയോ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി നമുക്ക് കഥ കേൾക്കാം. കഥ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഒരു കാട്ടിൽ ഒരു അമ്മ വണ്ടും ഒരു കുഞ്ഞു വണ്ടും താമസിച്ചിരുന്നു. ആരൊക്കെ താമസിച്ചേ? ഒരു അമ്മ വണ്ടും ഒരു കുഞ്ഞു വണ്ടും താമസിച്ചിരുന്നു. അമ്മ വണ്ട് എല്ലാ ദിവസവും രാവിലെ കുഞ്ഞു വണ്ടിനുള്ള ആഹാരമൊക്കെ തേടി പുറത്തേക്ക് പോവും. എല്ലാ ദിവസവും പുറത്തു പോകുമ്പോഴേക്കും അമ്മ വണ്ട് കുഞ്ഞു വണ്ടിൻ്റെ അടുത്ത് പറയും, മോൻ പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ, പുറത്തേക്ക് അപകടമൊക്കെ പറ്റും, അതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകരുത് എന്ന് പറഞ്ഞിട്ട് അമ്മ വണ്ട് ആഹാരം തേടി പോവും. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അന്നും പതുപോലെ അമ്മ ആഹാരം തേടി പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയപ്പോൾ കുറേ നേരമായിട്ടും അമ്മ വണ്ടിനെ കാണാത്തതുകൊണ്ട് കുഞ്ഞു വണ്ട് പതിയെ കൂട്ടിന് പുറത്തേക്ക് വരാൻ തുടങ്ങി. കൂട്ടിന് പുറത്തേക്ക് വന്നിട്ട് അവൻ ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കൂട്ടിന് പുറത്ത് ഒരുപാട് പൂക്കളും, വലിയ പൂക്കളും ചെറിയ പൂക്കളും പല പല നിറത്തിലുള്ള പൂക്കളൊക്കെ കുഞ്ഞു വണ്ട് കണ്ടു. കുഞ്ഞു വണ്ട് അതെല്ലാം കണ്ടപ്പോൾ അവന് ഒരുപാട് ഇഷ്ടം തോന്നി. കുഞ്ഞു വണ്ട് പതിയെ കൂട്ടിൽ നിന്ന് പറന്ന് പുറത്തേക്ക് പോയി. പുറത്തേക്ക് ചെന്ന് ഓരോ പൂവിൻ്റെ അടുത്തും അവൻ ചെന്ന് തേനൊക്കെ കുടിച്ച് ഇങ്ങനെ പാറി പാറി നടക്കാൻ തുടങ്ങി. കുറേ ദൂരം അവൻ തന്നെ അറിയാതെ കുറേ ദൂരം പോയി. ഒരു പൂവിൽ നിന്ന് വേറൊരു പൂവിലോട്ട് അവൻ പാറി നടന്ന് കുറേ ദൂരം പോയപ്പോഴുണ്ടല്ലോ, അവൻ നോക്കിയപ്പോൾ ഒരു കുളത്തിൽ ഒരു വലിയ പൂ നിൽക്കുന്നു. ഒരു കുളത്തിൽ ഒരു വലിയ താമരപ്പൂവാണത്. ഒരു താമരപ്പൂ നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞു വണ്ട് കണ്ടു. അപ്പം അവൻ നോക്കിയപ്പോൾ ഈ ചെറിയ പൂവിലൊക്കെ ഇത്രയും മധുരമുള്ള തേനുണ്ടെങ്കിൽ ആ വലിയ പൂവിൽ ഒരുപാട് മധുരമുള്ള തേൻ കാണുമല്ലോ. അങ്ങനെ കുഞ്ഞു വണ്ട് എന്ത് ചെയ്തു? പാറി പറന്ന് നമ്മുടെ താമരപ്പൂവിലേക്ക് ചെന്നിരുന്നു. എവിടെ ചെന്നിരുന്നു? നമ്മുടെ താമരപ്പൂവിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന് താമരപ്പൂവിൽ തേനൊക്കെ അവൻ കുടിക്കാൻ തുടങ്ങി. താമരപ്പൂവിനകത്ത് ഒരുപാട് തേനുണ്ടായിരുന്നു. കുഞ്ഞു വണ്ട് താമരപ്പൂവിലൊക്കെ ഇന്ന് തേനൊക്കെ കുടിച്ച് കുറേ കുടിച്ചപ്പോഴേക്കും അവൻ്റെ കുഞ്ഞു വയറൊക്കെ എന്ത് ചെയ്ത് നിറഞ്ഞു. അപ്പം നിങ്ങൾക്ക് വയറ് നിറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഉറക്കം വരില്ലേ? അത് കണക്ക് നമ്മുടെ കുഞ്ഞു വണ്ടിനും ഉറക്കം വന്നു. കുഞ്ഞു വണ്ട് എന്ത് ചെയ്തു? താമരപ്പൂവിനകത്ത് തന്നെ കിടന്നങ്ങ് ഉറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും നേരെ സന്ധ്യ ആയതുപോലും കുഞ്ഞു വണ്ട് അറിഞ്ഞില്ല. കുഞ്ഞു വണ്ട് അങ്ങ് ഉറങ്ങാൻ തുടങ്ങി. നമ്മുടെ അമ്മ വണ്ട് വന്നപ്പോഴേക്കുണ്ടല്ലോ, നമ്മുടെ കൂട്ടിലൊന്ന് നോക്കിയപ്പോഴേക്കും ആരെ കാണാനില്ല? നമ്മുടെ കുഞ്ഞു വണ്ടിനെ കാണാനില്ല. അമ്മ വണ്ട് കുഞ്ഞു വണ്ടിനെ നോക്കി പുറത്തേക്ക് പോയി. അമ്മ വണ്ട് കുഞ്ഞു വണ്ടിനെ കാണാതെ ആകെ വിഷമിച്ച് കരയാൻ തുടങ്ങി. അമ്മ വണ്ട് ഇങ്ങനെ വിളിച്ച് കുഞ്ഞു വണ്ടേ എന്ന് വിളിച്ച് ഒരുപാട് ദൂരം പറന്ന് അന്വേഷിച്ചു. എന്നിട്ട് നമ്മുടെ കുഞ്ഞു വണ്ടിനെ കാണാനില്ലായിരുന്നു. അപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞു വണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ താമരപ്പൂ ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നു. അതിനകത്തുനിന്ന് അവന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അതെന്തെന്നറിയാമോ? നമ്മുടെ താമരപ്പൂവേ സന്ധ്യ ആകുമ്പോഴേക്കും താമരപ്പൂ വിടർന്ന് നിൽക്കുന്ന താമരപ്പൂ പതിയെ ഇങ്ങനെ അതിൻ്റെ ഇതളുകളെല്ലാം മൂടി മൊട്ടായിട്ട് മാറും. കുഞ്ഞു കൊണ്ട് ഉറങ്ങിപ്പോയോണ്ട് സന്ധ്യ ആയതൊന്നും അവൻ അറിഞ്ഞില്ല. അവ അതിനകത്തിരുന്ന് ഉറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, സന്ധ്യ ആയപ്പോഴേക്കും നമ്മുടെ വലിയ താമരപ്പൂവിൻ്റെ ഇതളുകളെല്ലാം പതിയെ മൂടാൻ തുടങ്ങി. മൂടി അതൊരു മൊട്ടായി മാറി. അപ്പോഴേക്കും കുഞ്ഞു കൊണ്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോഴേക്കും അവന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അവ അതിനകത്ത് ആയിപ്പോയി. കുഞ്ഞു കൊണ്ട് അതിനകത്തിരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. രക്ഷിക്കണേ എന്ന് വിളിച്ച് ഉറക്കെ അവൻ കരഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മുടെ അമ്മ വണ്ടി ഇങ്ങനെ പോകുന്ന വഴിക്ക് എവിടെ നിന്നോ ഒരു ശബ്ദം. അമ്മ വണ്ടി ഇങ്ങനെ ചെവി ഓർത്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞു വണ്ടിൻ്റെ കരച്ചിലത്. ആരെ കരച്ചിലാണ്? നമ്മുടെ കുഞ്ഞു വണ്ടാ കരയുന്നത്. കുഞ്ഞു വണ്ടിൻ്റെ കരച്ചിൽ ഇങ്ങനെ കേട്ടപ്പോൾ ഉണ്ടല്ലോ, അമ്മ വണ്ടിന് മനസ്സിലായി ഇതെൻ്റെ മോനും തന്നെ. അങ്ങനെ കരച്ചിൽ കേൾക്കുന്നിടത്തേക്ക് അമ്മ വണ്ട് എന്ത് ചെയ്ത്? പാറി പറന്ന് അങ്ങടുത്തേക്ക് ചെന്നപ്പോൾ ഉണ്ടല്ലോ, കരച്ചിൽ കേൾക്കുന്നത് നമ്മുടെ താമരപ്പൂവിൻ്റെ ഉള്ളിൽ നിന്നാണ്. എവിടെ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത്? നമ്മുടെ താമരപ്പൂവിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് കരച്ചിൽ കേൾക്കുന്നത്. അമ്മ വണ്ട പുറത്തു നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞു വണ്ടേ നീ കരയൊന്നും വേണ്ട, അതിനകത്ത് തന്നെ ഇരുന്നോ, അമ്മ പുറത്ത് തന്നെ ഉണ്ട്,
മോനൊന്നും പേടിക്കണ്ട. നേരം വെളുക്കുന്ന സമയത്ത് നമ്മുടെ സൂര്യൻ വരുമല്ലേ, സൂര്യൻ വരുന്ന സമയത്ത് ഈ താമരപ്പൂ ഇതളുകളൊക്കെ പതിയെ വിടർത്താൻ തുടങ്ങും. അപ്പം മോന് പുറത്തേക്ക് ഇറങ്ങാം, മോനിപ്പോൾ അതിനകത്ത് തന്നെ ഇരുന്നോൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അമ്മ വണ്ട് പറഞ്ഞു, അമ്മ പുറത്ത് തന്നെ ഇരിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. കുഞ്ഞുവണ്ടേ, നീ കരയൊന്നും വേണ്ട, അമ്മ പുറത്ത് തന്നെ ഉണ്ട്. നേരം പുലരുന്ന സമയത്ത് താമരപ്പൂവിൻ്റെ ഇതളുകളൊക്കെ മെല്ലെ വിടരാൻ തുടങ്ങും. അപ്പോഴേക്കും മോന് പുറത്തേക്ക് വരാം. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും നേരം പുലരാൻ തുടങ്ങി. താമരപ്പൂവിൻ്റെ ഇതളുകളൊക്കെ മെല്ലെ വിടരാൻ തുടങ്ങി. നമ്മുടെ കുഞ്ഞുവണ്ട് പതിയെ പുറത്തേക്ക് നോക്കി. നേരം പുലരുന്നത് കണ്ട് കുഞ്ഞുവണ്ട് പാറി അമ്മയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ പറയുന്നത് പോലെ എല്ലാം ഞാൻ കേൾക്കാം. അമ്മ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഈ അപകടം വന്നത്. ഇനി അമ്മ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞ് അമ്മ വണ്ടും കുഞ്ഞുവണ്ടും സന്തോഷത്തോടെ കൂട്ടിലേക്ക് പോയി. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങളുടെ അമ്മയോ അച്ഛനോ ഒക്കെ പറയുന്നത് അതേപോലെ കേൾക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത കഥയായിട്ട് വരുന്നത് വരെ ബൈ ബൈ.